പുരസ്കാരം മറ്റേ അവതരിപ്പിക്കുകയാണ്. എടാ മക്കളെ, എല്ലാരും റെഡിയായോ? എടാ അയ്യോ ഇതെന്താ? എടാ പാപ്പിയെ പാപ്പിയെ, എടാ ഇങ്ങനെ ഇതെന്താ ഇത് ശരിയാക്കാത്ത? തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ? കൂടി എടുത്തോണ്ട് വാ. നീ അങ്ങോട്ട് എവിടെ പോവാ? എടാ നീ പോയി എടുത്തോണ്ട് പോരാ. ആ നീ ചെല്ല്, പോയി എടുത്തോണ്ട് വാ. എടാ എടാ പോയി ടാക്സി വിളിച്ച് അച്ഛനെ വിളിച്ചോണ്ട് പോരാ. എത്ര കല്യാണത്തിന് സമയം, മണവാള ചെറുക്കിന് ഇപ്പം വരും. നീ ആ പോയി ഇലയൊക്കെ എടുത്തു വെച്ചേ. 4 കാലുണ്ട് നിനക്ക്. പോടാ പോയി ചെയ്യടാ. ഒരു മരുമക്കളുടെ ഓരോ കാര്യം. അച്ചായോ എന്നെ ആഘോഷമായോ പൗലോയെ? നീ അങ്ങ് വണ്ണം വെച്ച് പോയല്ലോ. ഇരിക്കാൻ പറ്റുമോ? ഇതാരാന്നറിയോ? നമ്മുടെ ജോലിക്കാരൻ വർഗീസ്. സ്വാമി വണക്കം. உங்களுக்கு டாக்டருக்கு மேரேஜ். அம்மா அம்மா என்ன பிரமாதമായ സെറ്റപ്പ്. സൗഖ്യം തന്നെ. ആരാന്ന് മനസ്സിലായോ? അവിടെ വേവിച്ചായിട്ട് വണ്ടി സാമി മനസ്സിലായില്ല. അടുത്തൊന്ന് ചെന്ന് നോക്കിക്കേ. പുരിയാത് വർഗത്തിന്റെ അവിടെ തൊഴുത്തിരുന്ന് അത്ര അടിച്ചതാ. സ്വാമി വണക്കം വണക്കം എത്തിയല്ലോ. നമസ്കാരം. അയ്യോ പാപ്പിച്ചായ ഒരുങ്ങില്ല മോളെ. കല്യാണം ചെറുക്കം വരാൻ നേരമായില്ലോ. ആരൊക്കെയാ വന്നിരിക്കുന്നത്? നേരത്തെ തന്നെ എത്തിയല്ലോ. നീ പോടാ. എന്റെ കൊച്ചുമോള് റോസിനിക്ക് കല്യാണം, അതിന്റെ ഒരു സന്തോഷത്തിനാണ്. മുതുവേലി പാപ്പച്ചന്റെ ആരാ? മുതുവേലി പാപ്പച്ചൻ അത് ഞാനാ. മുതുവേലി പാപ്പച്ചന്റെ മകൾ പെറ്റ റോസിലിക്ക് മുളവങ്കൂളങ്ങര നിന്നൊരു മണവാളൻ വന്നേ. മുതുവേലി പാപ്പച്ചന്റെ മകൾ പെറ്റ റോസിലിക്ക് മുഴുവൻകൂളങ്ങര നിന്നൊരു മണവാളൻ വന്നേ. എന്നാ കാര്യം? ഇവിടെ ആരും ഇല്ലേ? എന്നാ കാര്യം പറ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരൊക്കെ ഉണ്ട്? കാര്യം പറയുക. റോസിയുടെ വീടല്ലേ ഇത്? ഇത് റോസിലിക്ക് വീട്. റോസിയുടെ വീട് ഇത് തന്നെയാ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ഞാനാ മണവാള ചെക്കൻ. മുതുവേലി പാപ്പച്ചന്റെ മകൾ പെറ്റ റോസിലിക്ക് മുഴുവൻകൂളങ്ങര നിന്നൊരു മണവാളൻ വന്നേ. മുതുവേലി പാപ്പച്ചന്റെ മകൾ പെറ്റ റോസിലിക്ക് മുഴുവൻകൂളങ്ങര നിന്നൊരു മണവാളൻ വന്നേ. കൈവീശി കാറ്റു പിളർന്ന് അതിനുള്ളിൽ തള്ളി തുള്ളി കാൽവെള്ളം പതറി ചിതറി അവൻ അങ്ങനെ പോകും നേരം. കൈവീശി കാറ്റു പിളർന്നിട്ട് അതിനുള്ളിൽ തള്ളി തുള്ളി കാൽവട്ടം പതറി ചിതറിട്ട് അവൻ അങ്ങനെ പോകും നേരം. മുടിയാണ്ടും കാലത്തിങ്ങനെ മൂടോടെ മുടിയണമോ കർത്താവേ? മുഴു കുടിയനാണ് അവനാണിവൻ. അവനില്ല രാവും പകലും. അവനില്ല
പുലരിയും അന്തിയും അവനുണ്ടൊരു കടിപിടി കൊടുകൂടി അവനായി തെങ്ങും പനയും തല നിറയെ പല പലയുന്നേ അങ്ങനെ മുതുവേലിപ്പാപ്പച്ചന്റെ മകൾ വെച്ച റോസിലിക്ക് മുഴുവൻ കൂടങ്ങര നിന്നൊരു മണവാളൻ വന്നേ. മുതുവേലിപ്പാപ്പച്ചന്റെ മകൾ വെച്ച റോസിലിക്ക് മുഴുവൻ കൂടങ്ങര നിന്നൊരു മണവാളൻ വന്നേ. മുതുവേലിപ്പാപ്പച്ചന്റെ മകൾ വെച്ച റോസിലിക്ക് മുഴുവൻ കൂടങ്ങര നിന്നൊരു മണവാളൻ വന്നേ. മണവാളനെയും മണവാട്ടിയെയും വിളിക്കൂ. ഞാനിവിടെ ഉണ്ടാക്കോ മനുഷ്യൻ കൂട്ടി യോജിച്ചത് ദൈവം വേർപെടുത്താതിരിക്കട്ടെ. മുതുവൻ കൂടങ്ങര നിന്നൊരു മണവാളൻ വന്നേ. മുതുവേലിപ്പാപ്പച്ചന്റെ മകൾ വെച്ച റോസിലിക്ക് മുതുവൻ കൂടങ്ങര നിന്നൊരു മണവാളൻ വന്നേ. മുതുവേലിപ്പാപ്പച്ചന്റെ മകൾ വെച്ച റോസിലിക്ക് മുതുവൻ കൂടങ്ങര നിന്നൊരു മണവാളൻ വന്നേ. അയ്യോ കർത്താവേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നേ. എന്ത് പറ്റിയടി മോളെ നിനക്ക്? എന്നതാണ് ഈ റോസിലി? മുതുവേലിപ്പാപ്പച്ചന്റെ മകൾ പെറ്റ റോസിലിയെ മുതുവൻ കൂളങ്ങരക്കാരൻ കടിഞ്ഞൂലിന് വീട്ടിലാക്കി. മുതുവേലിപ്പാപ്പച്ചന്റെ മകൾ പെറ്റ റോസിലിയെ മുതുവൻ കൂളങ്ങരക്കാരൻ കടിഞ്ഞൂലിന് വീട്ടിലാക്കി. മുതുവിന്മേൽ കൂനായി, പിന്നെ ആ കൂനിന്മേൽ കുരുവായി. എന്റെ അപ്പച്ച, എന്റെ അപ്പാപ്പച്ച. പണിയടാ പെണ്ണിനെ നോക്കാൻ പണം എവിടാണ് എവിടാണ്? മുല്ലയ്ക്കൽ പള്ളിയിലേക്കൊരു മെഴുതിരിയെ നേർന്നിട്ടുള്ളൂ. മുളമുറ്റത്തച്ഛൻ തന്നെ അത് കടമായേ കൊണ്ടുള്ളൂ. എന്നിട്ടും നീ ഒക്കോണത്തിന് വരാത്തത് എന്താ പാപ്പച്ച? എന്നിട്ടും ഈ പെണ്ണിനുള്ളൊരു ഉറുമ്പന്റെ അപ്പച്ച. അങ്ങനെ മുതുവേലിപ്പാപ്പച്ചന്റെ മകൾ പെറ്റ റോസിലിയെ മുതുവൻ കൂടങ്ങരക്കാരൻ കടിഞ്ഞൂലിന് വീട്ടിലാക്കി. മുതുവേലിപ്പാപ്പച്ചന്റെ മകൾ പെറ്റ റോസിലിയെ മുതുവൻ കൂടങ്ങരക്കാരൻ കടിഞ്ഞൂലിന് വീട്ടിലാക്കി. മുതുവേലിപ്പാപ്പച്ചന്റെ മകൾ പെറ്റ റോസിലിയെ മുതുവൻ കൂടങ്ങരക്കാരൻ കടിഞ്ഞൂലിന് വീട്ടിലാക്കി.